ഇന്നത്തെ നമ്മളുടെ അതിഥി നമ്മളുടെ സ്വന്തം ശ്രീനേട്ടനാണ്. ഹായ് ശ്രീനേട്ട, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. അപ്പോൾ ശ്രീനേട്ടൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയത് നമ്മളിപ്പം ക്രിസ്മസിന് നഗരഭാരതി നടുവിൽ ഞാൻ എന്ന് പറയുന്ന ഞാനാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാന റോൾ അഭിനയിച്ചത്. അത് ഇറങ്ങാൻ പോകുന്നു. അതാണ് സിനിമാ സംബന്ധമായ രീതിയിലുള്ള വിശേഷം എന്ന് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടോ? വേറെ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ഏകദേശം എല്ലാ ദിവസവും ഇപ്പോൾ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് തന്നെ വരാം. അതെ. ഇതിൻ്റെ അകത്തെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിലെ ക്യാരക്ടർ മറ്റ് എന്തെങ്കിലും സവിശേഷതകൾ ഉള്ള ആളാണോ ഈ കഥാപാത്രം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ബിലോ ഏവറേജ് സാമ്പത്തിക ശേഷിയുള്ള അങ്ങനെയുള്ള ഒരാളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ ഇയാളെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആളുകൾ ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനത്തെ സവിശേഷതകളൊന്നുമില്ല. ഇല്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ. പക്ഷേ ഈ കഥാപാത്രം ഈ മധ്യവർഗത്തിനും താഴെയാണെങ്കിൽ പോലും ഒരുപാട് ദാരിദ്ര്യവും ദുരിതവും ഒക്കെ ഇയാൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളായിട്ട് ചിന്തിക്കാൻ അയാൾ പ്രാപ്തനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ സരസമായിട്ടാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ആ സരസമായി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ സിനിമയെ തന്നെ ചിലപ്പോൾ സരസമാക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ആ അർത്ഥത്തിൽ തന്നെ ആളുകൾ എടുക്കുമ്പോഴേ ഞാൻ തോന്നലിന് പ്രസക്തിയുള്ളൂ. തീർച്ചയായിട്ടും. ഇതിലെ നായിക നമ്മളുടെ സ്വന്തം സംഗീത ചേച്ചിയാണല്ലോ. അതെ. ഒന്ന് ആ ക്യാരക്ടറിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാമോ? ഇതിൽ സംഗീത സ്വാഭാവികമായിട്ടും ഈ ചിന്താവിഷ്ടയ ശ്യാമളയിൽ അഭിനയിച്ച അപ്പോൾ ഉണ്ടായ ആ ശ്യാമള എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് കുറച്ചൊക്കെ സാമ്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിലെ കഥാപാത്രത്തിൻ്റെ ജീവിത സന്ദർഭങ്ങൾ വേറെയാണ്, ഇതിലെ ജീവിത സന്ദർഭങ്ങൾ വേറെയാണ്. പക്ഷേ സാമ്യം എന്ന് പറയുന്നത് ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ എല്ലാം അപ്പടി വിഴുങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഭാര്യയല്ല. മനസ്സിലായില്ലേ? എല്ലാം അങ്ങനെ അനുസരിച്ച് ഭർത്താവ് ദൈവമാണ് എന്നൊക്കെ പറയുന്ന നിലപാടെടുക്കുന്ന ആ ലെവലിലുള്ള അല്ല. കുറച്ച് തിരിച്ചൊക്കെ ചോദിക്കുകയും ഇപ്പോൾ ഉദാഹരണത്തിന് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കില്ല. ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്ന അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആളാണ്. ഇപ്പോൾ ശ്യാമളയിലെ ക്യാരക്ടർ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ മദ്യപാനിയും ചുട്ടു കളിക്കുന്ന ആളും അങ്ങനെ തോന്നിയ പോലെ അയാൾ നടക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അയാൾ വീട്ടിലേ വരാതായപ്പോൾ അത്തരം ഒരു പ്രതിസന്ധിയെ വലിയ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് നേരിട്ട ആളാണ് ശ്യാമള. അപ്പം അവിടെ ആ ശ്യാമളയ്ക്ക് വേണമെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിൽ വഴിതെറ്റിപ്പോവാം, വഴിപഴച്ചു പോവാം, ജീവിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാം വേണമെങ്കിൽ. പക്ഷേ എന്ത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് സ്വന്തമായി തീരുമാനിച്ച ശ്യാമള. ഇവിടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് സുനിത എന്നാണ്. സുനിതയ്ക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി അല്ല ഇവിടെ വന്നു ചേരുന്നത്. മറ്റൊരു പ്രതിസന്ധിയാണ്. അത് അവരെ മാത്രം സംബന്ധിക്കുന്നതല്ല. ആ പ്രതിസന്ധി ഭാര്യയും ഭർത്താവ് ഒരുപോലെയാണ് അഭിമുഖീകരിക്കുന്നത്. ആ സിനിമയിൽ ഭർത്താവ് ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിൽ അത് അഭിമുഖീകരിച്ചേ പറ്റൂ. പ്രതിസന്ധിയുണ്ട്. മനുഷ്യൻ ഉള്ള സ്ഥലത്തെല്ലാം പ്രതിസന്ധിയുണ്ട്.
എല്ലാ വിഷയങ്ങളിലും പ്രതിസന്ധിയുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ അറിവില്ലായ്മയും പ്രതിസന്ധികളാണ്. രണ്ടും കൂടെ ചേർന്ന സംഗീത ചേച്ചി പറയണ്ടായി 100% ശ്രീനേട്ടൻ വിളിച്ചതുകൊണ്ടാണ് ഈ ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഹോം മേക്കർ എന്നുള്ള സംഗീത ചേച്ചിയിൽ നിന്ന് എങ്ങനെയാണ് അഭിനേത്രീനെ തിരിച്ചു കൊണ്ടുവന്നത്? അത് തിരിച്ചു കൊണ്ടുവന്നത് പിന്നെ ഞാൻ പല കാര്യങ്ങളും നമ്മളിപ്പം സ്വന്തമായ ഒരാളെടുക്കുന്ന തീരുമാനത്തിൽ കടന്നു കയറി അവരെ ആക്രമിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട്, എന്നാൽ അവരഭിനയിച്ചാൽ കൊള്ളാം, പ്രൊഡ്യൂസറും ഡയറക്ടറും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, പിന്നെ ഞാൻ തന്നെ വേണം എന്നുള്ളത്. പക്ഷേ അവരെന്നെ വിളിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നരുത്, ഞാൻ വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ആ വിളിയിലാണ് അവർ കുടുങ്ങിയത്. സംസാരിച്ച് വീഴ്ത്തി. അതെ അതെ അതെ. അതിൽ ഞാൻ പിന്നെ അതിനകത്ത് ഹ്യൂമറിന് വലിയൊരു റോളുണ്ട്. അത് വേറെ രീതിയിൽ ധ്വനിപ്പിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർക്കതിൽ ചിരി വന്നു. ചിരിയിൽ ചിലപ്പോൾ ചില ആൾക്കാർ വീണ് പോകും. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു. അതിന് വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും മലയാളികൾക്കൊരു വലിയ എന്താ പറയുക നഷ്ടമായിരുന്നല്ലോ ഇത്രയും കാലം ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറിലൂടെ തന്നെ. പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ പിന്നെ അതിൽ ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞതാണുള്ളത്. അപ്പം നമ്മളിപ്പം മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ അതെ. അപ്പോൾ ഒന്നിനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആന വലിച്ചാലും നമ്മൾ അവിടെ നിന്ന് മാറാൻ പ്രയാസമായിരിക്കും. പക്ഷെ ചിലപ്പോൾ സംഭവിക്കാം. ഞാനിപ്പം ഒരു കാലത്തും സ്റ്റേജ് ഷോയ്ക്കൊന്നും ഇനി പോകില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു 6 വർഷം മുമ്പ്. അമേരിക്കയിലൊരു സ്റ്റേജ് ഷോയ്ക്ക് പോയതാണ്. കാരണം വല്ലാത്ത യാത്രയാണ്. രാത്രി 1 മണിക്കൊക്കെ നമ്മൾ ഷോ കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ പോയി അവിടുന്ന് 4 മണിക്കൂർ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് വേറെ സ്ഥലത്ത് ചെല്ലണം. അങ്ങനെ ഇത് നമ്മുടെ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു യാത്രയൊക്കെ നമുക്ക് പറ്റാറുണ്ടായി. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഒരു 3 മാസം മുമ്പ് മാറ്റേണ്ടി വന്നു. അപ്പോൾ കുറച്ച് തീരുമാനങ്ങളല്ല അത്. അപ്പോൾ വേറെ രീതിയിലാണ് ഞാനവിടെ പോകാനുള്ള കാര്യങ്ങളുണ്ടായത്. ഒരു സൗഹൃദത്തിൻ്റെ വിഷയമൊക്കെ അതിനകത്ത് കടന്നു വന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മൾ മറക്കും. നമ്മൾ ബുദ്ധിമുട്ടിയാലും തിരക്കിട്ടില്ല, അയാൾക്ക് അത് ഗുണകരമാകുമെങ്കിൽ അത്തരം ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ സംഗീതയോട് സംസാരിച്ചതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഗാന്ധിജിയെ പോലുള്ള ആൾക്കാർ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം നിരാഹാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇരുന്ന് കഴിഞ്ഞാൽ മരിച്ചുപോയില്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അത്രയൊന്നും വരുന്നില്ലല്ലോ ഇത്. വലിയ വലിയ കമ്പാരിസൺസ് അല്ലേ? അങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും സംഗീത ചേച്ചി തന്നെ അങ്ങനെ സൊസൈറ്റിയിൽ ത്യാഗം ചെയ്ത കുറച്ച് ആൾക്കാരുടെ കഥയൊക്കെ പെട്ടെന്ന് വന്നതൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടില്ല, മറ്റുള്ളവർക്ക് അത് ഗുണകരമാവുമെങ്കിൽ ചില ചെറിയ ചെറിയ സാക്രിഫൈസസ് നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നതിൽ അധികം പറഞ്ഞിട്ടില്ലാത്ത ഡയലോഗാണ്. മനുഷ്യനെന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ ഡയലോഗ് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റും ഡയലോഗും അതെ ചെയ്തിട്ടുണ്ടല്ലോ. അത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ആ സാഹചര്യം എപ്പോഴും ഒരു കഥ നമുക്ക് എഴുതാൻ പറ്റുന്നതും എഴുതാൻ പറ്റാത്തതും ഉണ്ടാവും. എന്നുവെച്ചാൽ വഴങ്ങുന്നതും വഴങ്ങാത്തതും. ചില വിഷയങ്ങളോട് നമുക്ക് അടുക്കാനേ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നും. പിന്നെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് ഒരു രസം തോന്നണമല്ലോ ആദ്യം. നമ്മുടെ ഏതെങ്കിലും ഒരു ഘടകം നമ്മളെ മനസ്സിനെ സ്പർശിക്കണം, ക്യാച്ച് ചെയ്യണം എന്ന് പറയില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് എഴുതാൻ ആഗ്രഹം തോന്നും. അല്ലാതെ അത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ലാഭം നഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വിഷയമല്ല. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് കാരണം. ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇഷ്ടം തന്നെയാണ് കാരണം.
ഡയറക്ടറിനെ കുറിച്ച്? ഡയറക്ടർ ഞാൻ പിന്നെ ഈ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന് പറയുന്ന സിനിമ 1985 സിനിമയാണ്. അന്ന് സത്യനന്ദിക്കാടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഷിബു. അപ്പോൾ ഞാൻ സത്യനും ആയിട്ട് ചെയ്തിട്ടുള്ള 10-15ഓളം സിനിമകളുണ്ട്. അതിലൊക്കെ ഷിബു ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു തുടർച്ച മാത്രമാണിത്. അപ്പം അങ്ങനെയുള്ള ഒരു അപരിചിതത്വം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവാത്ത അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് ഷിബുവും കംഫർട്ടബിളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവെ ശ്രീനേട്ടൻ്റെ എല്ലാ ചിത്രത്തിലും ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒരു മെസ്സേജോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടല്ലോ. ഈ ചിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിന്താവിഷയ ശ്യാമളയിൽ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടോ? കുറച്ച് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു പാടല്ലേ ചിന്താവിഷയ ശ്യാമള ശരിക്കും? ഓ, അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ ഊഹിച്ചെടുത്തോട്ടോ. ശരിക്കും പ്രേക്ഷകർ ഓരോരുത്തരും ഓരോന്നാണല്ലോ വിചാരിക്കുക. ഓരോന്ന് വിചാരിക്കും. ഞാൻ അയാളുടെ ഒരു ജീവിതത്തിൻ്റെ കൂടെ പോയപ്പം കുറേ കാര്യങ്ങൾ അങ്ങനെ വന്നു ചേർന്നു എന്നല്ലാതെ നമ്മൾ പ്രകടമായിട്ടൊരു മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആളുകൾ അവരുടെ ബോധത്തിലേക്ക് കുറേ കാര്യങ്ങൾ, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടാത്തത് എന്ന് ജീവിതത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇടപെട്ടത് കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. പല കാര്യങ്ങളിലും നമ്മൾ ഏതാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫോക്കസ് ഇതിലേക്ക് പോകണം എന്നുള്ളത് അറിയാതെ പോകരുത്. അല്ലെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യലായിരിക്കും, ലൈഫ് മൊത്തം വേസ്റ്റായി പോകും. അപ്പം അതിന് പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചില സിനിമയിലുണ്ടാവും. നമ്മൾ ബോധപൂർവ്വം അതിനുവേണ്ടി ശ്രമിക്കുന്നു വേണ്ട. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ നമുക്ക് കഴിവ് വേണം. നല്ല ഒരു എഴുത്തുകാരൻ, ഏറ്റവും നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ക്രിയേറ്റർ എന്ന് പറയുന്ന ആൾ ഏറ്റവും ആർദ്രമായ ഒരു മനസ്സുള്ള ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചിന്തയായിരിക്കും അയാൾക്ക്. ഇപ്പം ലോക സാഹിത്യത്തിൽ തന്നെ റഷ്യയിലെ ഒരുപാട് ക്ലാസിക്കായിട്ടുള്ള കൃതികളൊക്കെ രചിച്ചിട്ടുള്ള ആളുകളൊക്കെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സാർ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ നില മെച്ചപ്പെട്ടപ്പോൾ ആ ലെവലിലുള്ള സാഹിത്യകാരന്മാർ പിന്നീട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ക്ലാസിക്കുകളായിട്ട് മാറിയത്. ഈ കാലഘട്ടത്തിൽ ക്ലാസിക്കുകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നുള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചൂഷണവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എഴുത്തുകാരനെയും നല്ല എഴുത്തുകാരൻ അല്ലാത്തവരെയും ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള അത് പലതും ജന്മനാ ഉണ്ടാവേണ്ടതാണ്. മറ്റു പലതും ചിലതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഈ ആർദ്രതയോടുകൂടി മനസ്സിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് പ്രതികരണങ്ങളുണ്ടാവും. ആ പ്രതികരണങ്ങളാണ് നമ്മുടെ പലതിലും പ്രതിഫലിക്കുന്നത്. നമ്മൾ പറയുന്നതിലോ നമ്മൾ എഴുതുന്നതിലോ ഈ അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങൾ തന്നെ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളാവാൻ പാടില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എങ്കിൽ എൻ്റെ അഭിപ്രായം കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല. എനിക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയാൻ പറ്റണം. ആ പറ്റണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. എനിക്ക് വായന വേണം, എനിക്ക് സഞ്ചാരം വേണം, എനിക്ക് വലിയ വലിയ എന്നെക്കാളും ബൗദ്ധിക തലത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള സന്ദർഭം ഉണ്ടാവണം. എൻ്റെ ലെവലിൽ തന്നെ ഉള്ള ആളുകളുടെ കൂടെ ഇടപഴകിയാൽ എനിക്ക് വളർച്ചയില്ല. മേലെ നോക്കി വളരാൻ ശ്രമിക്കണം. മേലെ നോക്കുക എന്ന് വെച്ചാൽ പണത്തിൻ്റെ മേലെയുള്ള നോട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അറിവിൻ്റെ അറിവ്, പിന്നെ നിലവാരം എന്ന് പറയുന്ന സാധനം. പക്ഷെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിനകത്ത് ഒരുപാട് ആളുകൾക്ക് അവരുടേത് മാത്രമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മുടേത് കൂടിയാവും. അതിനാണ് നമ്മൾ ഇടപഴകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളുള്ളവരുടെ കൂടെ ഉള്ള ഇടപഴകൽ.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമുക്കൊരു കാഴ്ച ഉണ്ടാകുന്നത്, ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചിത്രത്തിൽ അത് എത്രത്തോളം അല്ല, ഇത്രയും കാലം നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചതിൻ്റെ ചില പ്രതികരണങ്ങൾ മറ്റ് പല സ്ഥലത്തും ആരും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഇതിലും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ എഴുത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ അഭിനയത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതിൽ രണ്ടിലും ഏതിനോടാണ് കൂടുതൽ അടുപ്പം ചോദിച്ചാൽ എന്താ? അടുപ്പെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് നമ്മൾ തോന്നുന്നത് എഴുതുമ്പോൾ തന്നെയാണ്. അഭിനയത്തിൽ ഒരു തവണ നമ്മളൊരു ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ പുതുതായിട്ട് അവിടെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വെല്ലുവിളി ഏറ്റെടുക്കേണ്ട കഥാപാത്രങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സിനിമയിൽ അധികമൊന്നും ഉണ്ടാവാറില്ല. പണ്ട് പിന്നെ ആളുകൾ കഥാപാത്രങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശ സിനിമകളിലൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഗുഡ് എർത്ത് എന്ന് പറയുന്ന നോവൽ സിനിമയായപ്പോൾ പോൾ മുനി എന്ന് പറയുന്ന ആക്ടർ ചൈനീസ് പശ്ചാത്തലത്തിലുള്ള നോവലാണ്, വേളസ് ബെക്കൻ്റെ നോവലാണ്. അപ്പോൾ അത് സിനിമയാകാൻ വേണ്ടിയിട്ട് അപ്പം പോൾ മുനി ഹോളിവുഡ് ആക്ടറാണ്. പുള്ളി ചൈനയിൽ പോയി 6 മാസത്തോളം താമസിച്ചു. ഒരു ചൈനീസ് വംശത്തിൻ്റെ കഥയായിരുന്നു അത്. അതിൻ്റെ കുടുംബത്തലവൻ്റെ വേഷമായിരുന്നു പുള്ളി. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ്സ് അതൊക്കെ ഉണ്ട്. ഓരോ നാടിൻ്റെയും ആൾക്കാരുടെ ബിഹേവിയറിലൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജൊക്കെ മാറും. തീർച്ചയായിട്ടും കുറച്ച് കാലം താമസിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതെ. അങ്ങനെ പഠിച്ചിട്ടൊക്കെ ചെയ്യാൻ പിന്നെ വേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല. അതൊക്കെയാണ് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്റ്റഡി ചെയ്ത് ഒരു ക്യാരക്ടറിന് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു സാധ്യത നമ്മുടെ സിനിമയിൽ കാണുന്നില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എഴുത്തുകാരൻ എപ്പോഴും നവീകരിച്ചുകൊണ്ടേയിരിക്കണം. ആക്ടർക്ക് കാര്യമായിട്ടൊന്നുമില്ല. ആക്ടർക്ക് ഇങ്ങനെയുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ചാലഞ്ച് ചെയ്യാനുള്ളൂ. ആക്ടർക്ക് അങ്ങനെയല്ല. ഇന്നലെ ചെയ്ത സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അടുത്ത സിനിമ ചെയ്യണം. റൈറ്റർക്ക് ഇന്നലെ ചെയ്ത സംഗതികളൊന്നും തന്നെ പാടില്ല, പുതിയതായിരിക്കണം. പുതിയൊരു കഥ. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ ചെയ്ത് തന്നെ നാളെ ചെയ്താൽ മതി. സന്ദർഭം വേറെ ആയിരിക്കും. ഇപ്പം സന്തോഷം വരുമ്പോൾ എല്ലാവരും ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ആളുകളെ കളിയാക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, കരയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. അതായത് അച്ഛൻ മരിക്കുമ്പോൾ കരയുന്ന ഒന്ന്, അമ്മ മരിക്കുമ്പോൾ കരയുന്ന വേറെ ഒന്നൊന്നുമില്ലല്ലോ. അത് കാലിൽ മുള്ളു കൊണ്ടാലും ആ കരച്ചിൽ തന്നെയാണ്. കരച്ചിൽ വന്നാലും എല്ലാം സെയിം തന്നെ, ഒരുപോലെ. എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ എഴുത്തുകാരൻ നിലയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എഴുത്തുകാരനും ഡയറക്ടറും നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ല, ഞാൻ പറയുന്നത് ആക്ടർ ഒന്നും ചെയ്യേണ്ടതൊന്നുമല്ല കേട്ടോ. ആക്ടർക്ക് അങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. സൃഷ്ടിക്കാൻ പറ്റിയോ അല്ലയോ എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർ വിലയിരുത്തേണ്ട കാര്യമാണ്. എനിക്ക് പറയാൻ അറിയില്ല. ഇതിൽ ബാക്കി കോൺട്രിബ്യൂഷൻസ് ചെയ്തവർ ലൈക്ക് ക്യാമറ, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇതിനകത്ത് 2 പേര് ക്യാമറ ചെയ്തിട്ടുണ്ട്. പപ്പു എന്ന് പറയുന്ന സെക്കൻഡ് ഷോ എന്നൊക്കെ പറയുന്ന സിനിമ ക്യാമറ ചെയ്തത് പപ്പുവാണ്. കൂടുതൽ ദിവസങ്ങൾ അദ്ദേഹമാണ് ഇതിനകത്ത് ക്യാമറമാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2-3 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സമീർ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് ക്യാമറ ചെയ്തത്. അവരൊക്കെ എന്ന് വെച്ചാൽ നല്ല എൻത്യൂസിയാസമുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇല്ലാത്ത എനർജി ഉണ്ടായി വരും. പിന്നെ ഒരു സിനിമയുടെ പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു 10-20 പേര് കാണും. ആർട്ട്, ക്യാമറ, പിന്നെ ലൈറ്റ്സിൻ്റെ ആൾക്കാർ, പിന്നെ ഈ ട്രോളിയും അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ 20 പേരും ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആ ഏരിയയിൽ ഉണ്ടായി വന്നാൽ തീർച്ചയായിട്ടും അപ്പം അവർക്കെല്ലാവർക്കും അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഈ സാധനം ഇവിടെ നടക്കുന്ന കാര്യത്തിൽ എന്തായാലും അത് പ്രതിഫലിക്കും.
അതിൻ്റെ മെച്ചം ആ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ആൾക്കാർ അപ്പം ആ സ്ഥലത്ത് നിന്ന് ഒരു നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് പല ക്രിയേറ്റീവ് കാര്യങ്ങൾക്കും നമുക്ക് തടസ്സം തോന്നുന്നതായിട്ട് വരും. അപ്പോൾ ഇതൊരു ജോലിയായിട്ട് എടുക്കാതെ ഇതൊരു കല കൂടിയാണ്, ജോലിയുമാണ്, അതോടൊപ്പം തന്നെ ഒരു ക്രിയേഷൻ നടക്കുന്ന സ്ഥലമാണ് എന്നുള്ള ബോധ്യം ഇവർക്കൊക്കെ വേണം. തീർച്ചയായിട്ടും. അപ്പോൾ മാത്രമേ ഒരു നല്ല ഈ ഒരു സിനിമയ്ക്ക് ആത്മാവുണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? മ്യൂസിക്കിന് വളരെ പ്രാധാന്യം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്. പാട്ട് എന്ന് പറയാവുന്നത് പേരിനൊരു പാട്ടാ മറ്റുള്ളൂ. അത് ഗോവിന്ദ് മേനോനാണ് ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മറ്റേ അദ്ദേഹമാണ്, ഔസേപ്പച്ചനാണ്. ക്രിസ്മസ് ആണല്ലോ, ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറ്? എനിക്ക് ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെയൊന്നും. അതിനൊന്നൊരു പ്രത്യേകത അല്ല, ഞാൻ അതിനൊന്നും നിസ്സാരവൽക്കരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനൊന്നൊരു സന്ദർഭം എനിക്കുണ്ടായിട്ടില്ല. അത് ജീവിതത്തിൽ ആളുകൾക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന അവസരം, അതെല്ലാം ഓരോ കാരണങ്ങൾ കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. ആ ആഘോഷം എന്ന് പറയുന്നത് അതൊരു കൂട്ടായ്മയുടെ കൂടെ ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് അത് ഒരു ഏതുതരം ഉത്സവമായാലും നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. അടുത്ത കാലത്തൊന്നും സാധിച്ചിട്ടില്ല. മിക്കവാറും സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു മെസ്സേജ് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് വിഷും ഒന്ന് പറയാം. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സരാശംസകൾ.